ഇന്ന് സൺഡേ അല്ലേ, കുറച്ച് നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരു സ്ഥലം വരെ പോകണം, എണീറ്റ് വരാം. പിന്നെ എണീറ്റ് ഉടനെ മുറ്റമൊക്കെ തൂത്തുവാരിയിട്ട് ചട്ടി ഉണ്ടായിരുന്നേ കഴുകാൻ. കരിഞ്ഞ ചട്ടി ഉരച്ച് കഴുകാൻ വേണ്ടിയിട്ടാണ്. ഈ ടിന്നിൻ്റെ അടപ്പില്ലേ, ഇത് നല്ല സൂപ്പറാണ്. അരവണ പായസമൊക്കെ വരുമ്പോൾ അതിൻ്റെ അടപ്പില്ലേ, അത് ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കും, കരിഞ്ഞ ചട്ടി ഉരച്ച് കഴുകാൻ വേണ്ടിയിട്ട്. നല്ല സ്ലീക്കായിട്ട് കിട്ടും ചട്ടിക്കകം. ഈ ബക്കറ്റ് കണ്ട് ആരും അന്തം വിടണ്ടായിട്ട്, അത് ഞാൻ ഉപയോഗിക്കുന്ന ബക്കറ്റല്ല, നമ്മുടെ കാലിൽ വെള്ളം തെറിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ പൈപ്പിൻ്റെ അടിയിൽ വെച്ചേക്കണതാണ്. പിന്നെ പ്ലാസ്റ്റിക്കൊക്കെ പറക്കി ഒതുക്കി വെച്ചു, അവർ വരുമ്പം കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അരി കഴുകി വെള്ളത്തിടേണ്ട പരിപാടി നോക്കുകയാണ്, പുട്ടിന് പൊടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയുള്ള പുട്ടുറുമീസിന് പുട്ട് വിട്ടൊരു കളിയില്ല, അതുകൊണ്ട് രാവിലെ തന്നെ അതിൻ്റെ പണിയെല്ലാം ചെയ്ത് വെച്ചേ. അന്തം വിട്ട് ഇത്രയും പരിപാടി തീർത്ത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ രാവിലെ ചേട്ടൻ നമ്മളെ ഉറങ്ങാൻ സമ്മതിക്കാതെ അടിച്ചിളക്കി എന്ന് പറഞ്ഞില്ലേ, അത് നമ്മുടെ വീട്ടിൽ പോകാൻ വേണ്ടിയായിരുന്നേ. അവിടെ എന്തോ കുഞ്ഞു പണിയുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കെട്ടിൽ വെള്ളം നനയ്ക്കണം, പിന്നെ മുറ്റമൊക്കെ ഒന്ന് തൂത്തുവാരി ഇടണം, അതിന് വേണ്ടി പോകാൻ ഇറങ്ങിയാണേ. രാവിലെ മീനാക്ഷിയുടെ ഉറക്കം കളഞ്ഞെന്ന് പിറുപിറുത്തുകൊണ്ട് എൻ്റെ പുറകെ കയറിയിരുന്നു. ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അവിടെ പോയിട്ട് കണ്ടില്ലേ, ഇവിടെ ഈ ഗ്രേ കളറിൽ കാണുന്നത് ഈ ചുമരിൽ ഇങ്ങനെ ചെളി അടിക്കുന്ന കൊണ്ട് ടൈൽസ് വെച്ചേ, അപ്പം അതിൽ വെള്ളം നനയ്ക്കണമായിരുന്നു. അങ്ങനെയാണ് വന്നത്. മീനാക്ഷിക്ക് കണ്ട ദേഷ്യം, ഉറക്കത്തിൽ നിന്ന് ഇളക്കി കൊണ്ടുവന്ന ദേഷ്യം. പിന്നെ അവിടെ ചെന്നപ്പോൾ മാമനെ കണ്ടത്, അമ്മയുടെ ബ്രദറാണ്, ഏറ്റവും ഇളയ ബ്രദർ. പിന്നെ ഇത് കുഞ്ഞമ്മയുടെ മോനാണ് ഓട്ടോറിക്ഷയിൽ. അപ്പം എല്ലാവരെയും കാണാൻ പറ്റി. അവർ അന്തം വിട്ട് മതിലിൽ വെള്ളമൊക്കെ നനച്ച് പിന്നെ മുറ്റം ജസ്റ്റ് ഒന്ന് തൂത്തുവാരി, എല്ലാവരും കൂടെ പെട്ടെന്ന് ഹറി ബറിയായിട്ടൊന്ന് തൂത്തുവാരി. കാരണം രാവിലെ വീട്ടിൽ നിന്ന് ചായ പോലും കുടിക്കാതെ ഇറങ്ങിയതല്ലേ, അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരെയും അവൈലബിൾ ആയതുകൊണ്ട് ഓടിപ്പോയെന്നേ ഉള്ളൂ. ഇത് നമ്മുടെ പഴയ ഹീറോ മാവാണ്. ഇത് വയണയില തിരളി ഉണ്ടാക്കൂലേ ആറ്റുകാൽ പൊങ്കാലയ്ക്ക്, അത്. വീട്ടിലെത്തിയ ഉടനെ മീനാക്ഷി കയറി കിടന്ന് ഉറങ്ങി. നമുക്ക് പക്ഷേ ഉറങ്ങാൻ പറ്റില്ലല്ലോ. ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയി, മീനാക്ഷി നേരെ ബെഡ്റൂമിലോട്ടും പോയി. ഇതെൻ്റെ സ്വന്തം അരിവട്ടി. രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പോയ അരിയെല്ലാം വന്നുടനെ തന്നെ ഇതിൽ ഊറ്റി വെച്ചേ. വെള്ളമൊക്കെ തുറന്നതിന് ശേഷം സൂരജിൻ്റെ കയ്യിൽ കൊടുത്തേച്ചേ. മെല്ല് തൊട്ടപ്പുറത്ത് നമുക്കൊരു മെല്ലുണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുത്താൽ ഈ അരി പൊടിച്ച് വറുത്ത് തരും. കുറേ നാളിരുന്നാലും ഒന്നും ചെയ്യില്ല, നന്നായിട്ട് നല്ല മൂക്ക വറുത്ത് കിട്ടും. പിന്നെ ഉടനെ തന്നെ ഞാൻ കയറി കുളിച്ചു. അപ്പോഴേക്കും മണി 11-11:30 ആയി. അതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, ഒരുപാട് ലേറ്റായിട്ട്. ചപ്പാത്തിയും പരിപ്പ് കറിയും കഴിച്ചതിന് ശേഷം അടുക്കളയിൽ പോയി കുറച്ച് തേങ്ങ വറുത്ത് വെച്ചു, ഉള്ളിത്തീയൽ വെക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഉള്ളിത്തീയൽ വെക്കാനും പിന്നെ കാത്തു എനിക്ക് കണവ റോസ്റ്റ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അതിനും കൂടെ കുറച്ച് കൂടുതൽ ഉള്ളി തൊലിച്ചെടുത്തേ. കണ്ട പിള്ളേരെ, ഉള്ളി തൊലിച്ചപ്പോൾ എൻ്റെ കൈയിരിക്കുന്ന കണ്ട. അങ്ങനെ എല്ലാ ജോലിയും ഇന്ന് ലേറ്റായിട്ടാണ് നടക്കുന്നത്. ആ ചോറെടുത്തടുപ്പത്ത് വെച്ചതേ ഉള്ളൂ. ഇപ്പം തന്നെ മണി 11:30 കഴിഞ്ഞു. ഉള്ളിയെല്ലാം കഴുകി വാരി കുറച്ച് ഞാനും എടുത്ത് കുറച്ച് കാത്തൂനും വെച്ചിട്ടുണ്ട്. ഉള്ളിയെക്കുറിച്ചൊരു കഥ പറഞ്ഞു തരാമേ. ഇന്നല്ല, വേറൊരു ദിവസം പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് കണവ കഴുകി വാരി ഊറ്റാൻ വെച്ചിട്ടുണ്ട്. ഈ അരിപ്പ പോലത്തെ സാധനത്തിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളമെല്ലാം ഊറിപ്പോയിരിക്കും. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെയാണ് നമ്മൾ കണവ, കൊഞ്ച് ഈ സാധനങ്ങളെല്ലാം വേവിക്കേണ്ടത്. ഇതിപ്പോൾ കുക്കറിലിട്ട് വേവിച്ച് കഴിയുമ്പോൾ 1 ഗ്ലാസ് 1.5 ഗ്ലാസ് വെള്ളമെങ്കിലും അതിൽ മിച്ചം കാണും. കണവ ഊറ്റി വെച്ചിട്ടുണ്ട്, കുറേ നേരം അതവിടെ ഇരിക്കട്ടെ. എത്ര ഇരുന്നാലും നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ വെള്ളം ഊറി വരും. പിന്നെ ദാ ചോറെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1-2 ഐറ്റംസ് തീർന്നിരിക്കുകയായിരുന്നേ. ഉലുവ, പൊടിച്ച ജീരകം, പൊടിച്ച ഉലുവ, ഇങ്ങനെ 2-3 ഐറ്റംസ് ചെയ്യാനുണ്ടായിരുന്നു. ജീരകം ഞാൻ ചൂടാക്കാറില്ല, അപ്പം തന്നെ പൊടിച്ചങ്ങ് വെക്കും. മാത്രമല്ല ഞാനങ്ങനെ ഫൈൻ പൗഡറാക്കി പൊടിക്കാറില്ല, ചെറിയ തരിതരിപ്പോടെയാണ് പൊടിക്കുന്ന. ജീരകം പൊടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ളിത്തീയൽ റെഡിയായി. നമുക്കിവിടെ അങ്ങനെ ഒരുപാട് കറികളൊന്നും വേണ്ട പിള്ളേരെ, 1-2 മാക്സിമം 3 കറികൾ, സ്പെഷ്യൽ ഡേയ്സ് അല്ലെങ്കിൽ 3 കറികൾ മാക്സിമം മതി. ഉലുവ പക്ഷേ ഞാൻ വറുത്താണേ പൊടിക്കുന്ന. ഉലുവ വറുക്കുമ്പോൾ നല്ലൊരു മണം വരും. മീനിനൊക്കെ ഇടാൻ വേണ്ടി ഉലുവ വറുത്ത് പൊടിച്ച് വെക്കണം. പിന്നെ കത്തിരിക്കയും കൂടെ വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളിയാണ് കത്തിരിക്ക വറുക്കുന്നത്. ഇതിനിടയിൽ കൂടെ ഉലുവയും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചു. കത്തിരിക്കയിൽ നമ്മൾ മീൻ പൊരിക്കാൻ മസാല ചേർക്കും പോലെ മസാല മാത്രം ആദ്യം കുഴച്ചെടുത്തതിന് ശേഷം ഈ കത്തിരിക്ക അതിൽ നന്നായിട്ട് പുരട്ടി വെക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഇട്ട് വറുത്തെടുത്താൽ മതി, നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുക്കറിൽ വേവിച്ച കണവയായത് കണ്ട വെളുത്തിരിക്കുന്നത്.
പക്ഷേ കണവ റെഡിയാകുമ്പോൾ അതിൻ്റെ കളറൊന്ന് കണ്ടു നോക്കണം. ഭയങ്കര അപ്പീലിങ്ങാണ്, ഭയങ്കര രസമാണ്. കാത്തു കണവ സ്പെഷ്യൽ റോസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ്. പക്ഷേ അതിൽ കുക്കറിൽ വേവിച്ചതുകൊണ്ട് ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു. അത് വറ്റിയെടുക്കുമ്പോഴേക്കും ഒരുപാട് സമയമെടുത്തേ. ഇതിനിടയ്ക്ക് ചേട്ടൻ വന്നു കുറേ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നു. ചേട്ടനെ ഇങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ കണ്ണി തടയുന്നതൊക്കെ വാങ്ങിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ റോഡിൽ നിന്നേ വിളിച്ചുകൊണ്ടാണ് വരുന്നത്, ചോറെടുക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ്. പിന്നെ ഇവളുമാർ രണ്ടും കൂടെ അവസാനവട്ടം മിനുക്ക് പണിയും കഴിഞ്ഞ് അന്തം വിട്ട് ചോറെടുക്കുകയായിരുന്നേ. സത്യം പറഞ്ഞാൽ ഇന്ന് കുറച്ച് ലേറ്റായി പോയിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ രാവിലെ കുറച്ച് പണിയുണ്ടായിരുന്നെന്ന്. പിന്നെ പെട്ടെന്ന് ചോറ് വിളമ്പി എല്ലാവരും കൂടെ ചോറ് കഴിച്ച്. ഞങ്ങൾ 4 ആളെ ഉണ്ടായിരുന്നുള്ളൂ ചോറ് കഴിക്കാൻ. സൂരജ് ഇല്ലായിരുന്നു. സൂരജ് അല്ലെങ്കിലും ചോറ് കഴിക്കൂല, ഉച്ചയ്ക്ക് കഴിക്കൂല. ഇപ്പം കണവയുടെ കളർ എങ്ങനെയുണ്ട്? ഈ വീട്ടിൽ ചോറിൻ്റെ ഒപ്പം മാമ്പഴമോ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സോ ചോറിൻ്റെ ഒപ്പം വെക്കുന്ന പതിവൊന്നുമില്ല. പക്ഷേ ഇന്ന് നേരത്തെ തന്നെ മാമ്പഴം അരിഞ്ഞ് വെച്ചില്ലെങ്കിൽ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ 1 മിനിറ്റ് പോലും നിൽക്കില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് അരിഞ്ഞ് വെച്ചത്. ഇത് കണ്ടോ ഉപ്പ്? ചോറ് കുഴച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ മീതെ ഉപ്പ് വിതറിയേ കഴിക്കുള്ളൂ. അത്യാവശ്യം നല്ല ഉപ്പിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. എന്നാലും ചോറിൽ ഉപ്പിട്ടേ ചേട്ടൻ കഴിക്കുള്ളൂ. ചോറ് കഴിച്ച് കഴിഞ്ഞ ഉടനെ എൻ്റെ മാമ്പഴം അടിച്ച് മാറ്റാനുള്ള പരിപാടിയായിരുന്നെന്ന് എനിക്കിപ്പോഴാണ് പിടികിട്ടിയത്. ഉപ്പ് അടുത്തിരിപ്പുണ്ട്, ഇനിയിപ്പോൾ മാമ്പഴത്തിൽ ഉപ്പിട്ട് കഴിക്കുമെന്തോ. ചോറ് കഴിച്ചതിന് ശേഷം ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. മുട്ട വാങ്ങിക്കൊണ്ട് വെച്ചിരുന്നു. അപ്പോൾ അതിനെ എടുത്ത് ട്രേയിലാക്കി വെക്കണം. നമ്മുടെ ഫ്രിഡ്ജിനൊരു കുഴപ്പമുണ്ട്. ഈ ട്രേയിൽ തന്നെ 2 ലൈൻ വിട്ടിട്ടാണ് ഞാൻ മുട്ട വയ്ക്കുന്നത്. കാരണം ഏറ്റവും അവസാനത്തെ 2 വരിയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ മുട്ട പൊട്ടിപ്പോകുന്നു. ഞാൻ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. പിന്നെ ഫ്രിഡ്ജിൻ്റെ തണുപ്പ് കൂട്ടിയും കുറച്ചും ഒക്കെ വെച്ച് നോക്കിയെങ്കിലും 2 ലൈൻ വിട്ടിട്ട് വെച്ചാലേ ഇരിക്കുള്ളൂ. മുട്ടയെല്ലാം അടുക്കി വെച്ചതിന് ശേഷം ഞാൻ കഴിഞ്ഞ ഒരു ദിവസം വീഡിയോയിൽ പറഞ്ഞില്ലേ ചേട്ടൻ ബ്രൗൺ ഷുഗർ വാങ്ങിക്കൊണ്ട് വന്നെന്ന്. ആ ബ്രൗൺ ഷുഗർ ഞാൻ പൊട്ടിക്കാതെ അങ്ങനെ തന്നെ വെച്ചേക്കായിരുന്നു. ഇപ്പോഴാണ് പൊട്ടിച്ചത്. രണ്ടും കൂടെ പൊട്ടിച്ച് തട്ടാമെന്ന് പറഞ്ഞൊരു പാത്രം എടുത്ത് വെച്ചപ്പം 1 കവർ ഇടാനേ ഇതിനകത്ത് സ്ഥലമുള്ളൂ. ആദ്യം ഇത് പരീക്ഷിച്ച് നോക്കട്ടെ, ഇനി എന്തെങ്കിലും ബാഡ് ടേസ്റ്റ് ഉണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം അടുത്ത കവർ പൊട്ടിക്കണോ വേണ്ടയോ എന്ന് പിന്നെ തീരുമാനിക്കാം. ഇനി ഞാൻ വേറൊരു ഐറ്റം കാണിച്ചു തരാമേ. നമ്മുടെ വീട്ടിലൊരു ചിരവ ഉണ്ടായിരുന്നു. ആ ചിരവ ചീത്തയായപ്പോൾ ഈ കാണുന്ന പുതിയ ചിരവ പോയി വാങ്ങിക്കൊണ്ടുവന്ന്. നമ്മുടെ ഇരുന്ന പഴയ ചിരവയുടെ അതേപോലത്തെ ചിരവ, കാരണം ആ പഴയ ചിരവ അത്രത്തോളം കംഫർട്ടായിരുന്നു. അതുപോലത്തെ ഒരു ചിരവ വാങ്ങിക്കൊണ്ട് വന്നിട്ടും ഇവിടെ ശരിയാവുന്നേ ഇല്ല. ഈ കാണാൻ മാത്രമേ അതേ ലുക്കുള്ളൂ, പക്ഷേ എന്തൊക്കെയോ വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്നറിയാമോ? പഴയ ചിരവ കൊണ്ടുകൊടുത്ത് നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ കയ്യിൽ കൊണ്ടുകൊടുത്ത് ആ തടി സാധനത്തിനെ കൊണ്ടുകൊടുത്ത് മെറ്റലാക്കി വാങ്ങിച്ച്, അതേ അളവിൽ അതേ കോലത്തിലാക്കി വാങ്ങിച്ച്. അപ്പം ഈ ചിരവ ഇതിൻ്റെ പെർഫോമൻസ് വേറെ ഒന്നും വെല്ലൂല. പക്ഷേ എനിക്കിപ്പോൾ 2 ചിരവയായി. അരിപ്പൊടി വറുത്ത് പൊടിച്ച് കിട്ടി. പക്ഷേ ചെറിയൊരു വശപ്പശക്ക് എനിക്ക് തോന്നിയത് കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ അരിപ്പയില്ലേ, അത് അരി അരിക്കുന്ന അരിപ്പയല്ല, വെജിറ്റബിൾസും മീനും ഒക്കെ ഊറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണേ. ഞാൻ അങ്ങനെയാണ് ചെയ്യണത്. റിയൽ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന രീതിയും അല്ല ഇതിൻ്റെ പർപ്പസ്. ഞാനിതിൽ നോക്കിയപ്പം ഇതിൽ കുറച്ച് ലംസ് ഉണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഇതിൽ വലിയ കണ്ണാണ് ഈ അരിപ്പയ്ക്ക്. അപ്പോൾ അതിലിട്ടൊന്ന് അരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇല്ല ഈ ലംസ് ഇങ്ങനെ കിടക്കുമ്പോഴേക്കും പെട്ടെന്ന് ചീത്തയായി പോയാലോ മാവ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് മേളിലിരുന്ന പാത്രമൊക്കെ വലിഞ്ഞു കയറി എടുത്ത് അതിനകത്തോട്ട് തട്ടി വെച്ചിട്ടുണ്ട്. കുറേ നാളിരുന്നോളും. കണ്ട ഇത്രയും കിട്ടി വേസ്റ്റ് അതിൽ നിന്ന്. ഇത് അതിൽ കിടന്നാൽ ശരിയാവില്ല. അത് ചിലപ്പോൾ പൂത്ത് പോകാൻ സാധ്യതയുണ്ട്. അത് കാരണമാണ് ഞാനതിൽ അരിച്ചിട്ടത്. കൊള്ളാമോ? ഇങ്ങനെ ഓരോ ദിവസവും ഞാൻ എന്തെങ്കിലുമൊക്കെ ബുദ്ധി പ്രയോഗിക്കാറുണ്ട്. നിങ്ങളതൊന്നും കണ്ടില്ലെന്ന് വെക്കരുത്. നിങ്ങളിതെല്ലാം ഇതുപോലെ ചെയ്യണം കേട്ടോ. വീണ്ടും ഞാൻ വലിഞ്ഞു കയറി ആ പാത്രം അവിടെ തന്നെ കൊണ്ടുപോയി ഇരുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ സ്ഥാനം അവിടെയാണ്. അതിന് അവിടെ തന്നെ ഇരുന്നാലല്ലേ പറ്റൂ. അപ്പോഴേക്കും സൂരജ് എവിടെയോ പോയിട്ട് മഴ നനഞ്ഞ് വന്നു. മൊബൈലും പേഴ്സും എല്ലാം മഴ നനഞ്ഞു. വലിയ പെരുമഴയൊന്നുമില്ല, പക്ഷേ ഒരു ചാറ്റൽ മഴ 2 ദിവസം കൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അടുക്കളപ്പണിയൊക്കെ ഒരുവിധം തീർന്നു. ഇനി ചേട്ടൻ എന്താ വാങ്ങിക്കൊണ്ട് വന്നതെന്ന് കാണിച്ചു തരാമേ. അടുക്കളയിലത്തേക്ക് വേണ്ട സാധനങ്ങൾ ഞാനും ചേട്ടനും കൂടെ പോയാണ് വാങ്ങിക്കുന്നത്. എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പറയാത്ത സാധനങ്ങൾ വാങ്ങിക്കാൻ ചേട്ടൻ തന്നെ പോവുള്ളൂ. എന്നാലല്ലേ വേണ്ടാത്ത സാധനങ്ങളും കൂടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഒന്ന് മനസ്സ് വെച്ചാൽ എനിക്ക് പോക്കറ്റ് മണിക്കുള്ളതൊക്കെ ഇതിൽ നിന്ന് കിട്ടും. ഇതിൽ 2 എണ്ണം വീതം അടിച്ചു മാറ്റി വിറ്റാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഓണത്തിന് പായസം വെക്കാനെന്ന് പറഞ്ഞ് 2 റെഡി മിക്സ്, മാൾക്കിസ്റ്റ്, ഡാർക്ക് ഫാൻറ്റസി,
മിൽക്ക് മെയ്ഡിൻ്റെ ഉപയോഗം ഇവിടെ ഞാൻ അധികം ഉപയോഗിക്കുന്നൊരു സാധനമല്ല ഇത്. സോപ്പ് അതൊക്കെ, ബാക്കിയെല്ലാം നിങ്ങൾ തന്നെ കണ്ടോ. എന്തായാലും എൻ്റെ ഡൈനിങ് ടേബിളിന് ഒരിക്കലും ശാപമോശം കിട്ടാൻ പോണില്ല. പാവം, അതിന് അങ്ങനെ ഒരു ജന്മം. കിറ്റ് കാറ്റ്, മിൽക്ക് മെയ്ഡ്, മഞ്ച്, ഡാർക്ക് ഫാൻറ്റസി, പിയേഴ്സ്, പാൽപ്പൊടി അതിന് നല്ല ഉപയോഗമുണ്ട് കേട്ടോ. ഇവിടെ ചായ ഇടുന്നതും കോഫി ഇടുന്നതും ഒക്കെ പാലിലല്ല, കൂടുതലും പൊടിയിലാണ്. എന്നാലും പാൽപ്പൊടിക്ക് ഇച്ചിരി കൂടുതൽ ചിലവുള്ള സ്ഥലമാണ്. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ സൺഡേ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാവിലെ മുതൽ വൈകിട്ട് ഏതാണ്ട് ഉച്ചയൂണ് കഴിഞ്ഞ് ഒരു 4-5 മണിയോടുകൂടി എൻ്റെ ജോലികളൊക്കെ തീർന്നതാണ്. അതുവരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ദാ മണി 11:28 ഞാനിവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, വോയിസ് ഓവർ ഇട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. രാത്രി 11:28. അപ്പോൾ ഇത്രയും സമയം ഞാൻ ഇടയ്ക്ക് എഡിറ്റ് ചെയ്യും. പിന്നെ എൻ്റെ സ്വന്തം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, അതിന് എണീക്കും, വീണ്ടും വന്നിരുന്ന് എഡിറ്റ് ചെയ്യും. അങ്ങനെ ഇത്രയും സമയം കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ താങ്ക്സ് ടു ഓൾ.